ഹായ് എവ്രി വൺ, വെൽക്കം ടു മീനൂസ് മെനു. ഇന്നത്തെ നമ്മുടെ മെനുവിൽ ഞാൻ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് വളരെ ഈസി ആയിട്ടുള്ള ക്രിസ്പി ചിക്കൻ ആൻഡ് എഗ് ഫ്രൈഡ് സാൻഡ്വിച്ചാണ്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിൽ, ചിക്കൻ, ബ്രെഡ്, എഗ്, സോൾട്ട്, പെപ്പർ ആൻഡ് മയണൈസ്. ഇനി ഈ സാൻഡ്വിച്ച് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കാം. ചൂടായിട്ടുള്ള പാനിലേക്ക് നമുക്ക് ആവശ്യത്തിന് എക്സ്ട്രാ വെർജിൻ ഒലീവ് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഓയിൽ ഒന്ന് ചൂടായതിനു ശേഷം അതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ പീസസ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ചിക്കൻ ബ്രസ്റ്റാണ്. ഒരു ചിക്കൻ ബ്രസ്റ്റ് ഞാൻ ചെറിയ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്ത് അതിലാവശ്യത്തിന് ഉപ്പും കുരുമുളകും ആഡ് ചെയ്ത് 15 to 20 മിനിറ്റ്സ് മാരിനേറ്റ് ചെയ്യാൻ വെച്ചിരുന്നു. ആ പീസസ് നമുക്കിനി ചൂടായ ഒലിവ് ഓയിലിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ചിക്കൻ പീസസ് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നിടം വരെ നമുക്കിത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പം നമ്മുടെ ചിക്കൻ പീസസ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു ബൗളിലേക്ക് മാറ്റാവുന്നതാണ്. അടുത്തതായി നമ്മുടെ സാൻഡ്വിച്ചിൻ്റെ ഫില്ലിങ്ങിന് ആവശ്യമായിട്ടുള്ള എഗ്സ് ഒന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാവുന്നതാണ്. അതിനുവേണ്ടി നമുക്ക് പാനിലേക്ക് കുറച്ച് ഒലിവ് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ച എഗ് മിക്സ് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ 2 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. 2 മുട്ട അതിലാവശ്യത്തിന് ഉപ്പും കുരുമുളകും ആഡ് ചെയ്ത് ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത് ഈ ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് സ്ക്രാമ്പിൾ ചെയ്ത് എടുക്കാവുന്നതാണ്. സ്ക്രാമ്പിൾഡ് എഗ്സ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത ചിക്കൻ പീസസിൻ്റെ കൂടെ ആഡ് ചെയ്യാവുന്നതാണ്. അടുത്തതായി നമ്മുടെ സാൻഡ്വിച്ചിൻ്റെ ഫില്ലിങ്ങിന് ആവശ്യമായിട്ടുള്ള കുറച്ച് ഒനിയൻ നമുക്കൊന്ന് സോട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അതിനുവേണ്ടി പാനിലേക്ക് നമുക്ക് കുറച്ച് ഒലീവ് ഓയിൽ ഒഴിക്കാം. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സബോള ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. സബോളയുടെ പച്ചപ്പ് ഒന്ന് മാറുന്നിടം വരെ മാത്രം നമുക്ക് ചെറുതായിട്ടൊന്നത് ഇളക്കി കൊടുത്ത് സോട്ട് ചെയ്തെടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് മാത്രം ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഉപ്പ് വളരെ കുറച്ച് മാത്രം ഇട്ട് കൊടുത്താൽ മതിയായിരിക്കും. കാരണം നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത ചിക്കനിലും എഗ്ഗിലും നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ സബോളയ്ക്ക് ആവശ്യത്തിന് മാത്രം ഉള്ള കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്താൽ മതിയായിരിക്കും. സബോള പച്ചപ്പെല്ലാം മാറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്കിത് നേരത്തെ പ്രിപ്പയർ ചെയ്ത ചിക്കൻ എഗ് മിക്സിലേക്ക് മാറ്റാവുന്നതാണ്. നമ്മുടെ സാൻഡ്വിച്ചിൻ്റെ ഫില്ലിങ്ങിന് ആവശ്യമായിട്ടുള്ള ചേരുവകളെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നല്ല രീതിയിൽ അത് ബ്ലെൻഡ് ആവുന്നിടം വരെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് റെഡിയാക്കി എടുക്കാവുന്നതാണ്. അപ്പം നമ്മുടെ സാൻഡ്വിച്ചിൻ്റെ ഫില്ലിംഗ് നന്നായിട്ട് മിക്സ് ചെയ്ത് അത് 3 ഇൻഗ്രീഡിയൻറ്റും നന്നായിട്ട് മിക്സ് ചെയ്ത് ബ്ലെൻഡ് ചെയ്ത് ഫില്ലിങ് നമ്മളിപ്പോൾ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി അടുത്തതായി നമ്മുടെ സാൻഡ്വിച്ചിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ ബ്രെഡ് സ്ലൈസസ് നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പം ഞാനിവിടെ ഒരു ഹാർട്ട് ഷേപ്പ് സാൻഡ്വിച്ചാണ് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടി 3 സാൻഡ്വിച്ചാണ് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. അതിന് ആവശ്യമായിട്ടുള്ള 6 ബ്രെഡ് സ്ലൈസസ് ഹാർട്ട് ഷേപ്പിൽ ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ സാൻഡ്വിച്ച് എങ്ങനെയാണ് ഫില്ല് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനായി ഞാൻ ഓൾറെഡി കട്ട് ചെയ്തിട്ടുള്ള ഹാർട്ട് ഷേപ്ഡ് ബ്രെഡ് സ്ലൈസസ് നമുക്ക് എടുക്കാവുന്നതാണ്. അതിൽ നിന്ന് ഒരു സ്ലൈസ് എടുത്ത് അതിൻ്റെ മുകളിൽ ആവശ്യത്തിന് മയണൈസ് ആദ്യം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. മയണൈസിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത സാൻഡ്വിച്ച് ഫില്ലിങ് ആവശ്യത്തിന് മാത്രം കുറച്ച് നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഫില്ലിങ് വളരെ കുറച്ച് മാത്രം ആഡ് ചെയ്താൽ മതിയായിരിക്കും. കാരണം ഇതൊരു ഫ്രൈഡ് സാൻഡ്വിച്ചാണ്. അപ്പം അതിൻ്റെ ഫ്രൈ ചെയ്യുമ്പം അത് ഒത്തിരി ഫില്ലിങ് കൂടിപ്പോയാൽ അത് ചിലപ്പം ഓപ്പണായി ഫില്ലിങ് പുറത്ത് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ആവശ്യത്തിന് മാത്രം ഫില്ലിങ് നമുക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതിയായിരിക്കും. ഇനി നമുക്ക് മറ്റൊരു ബ്രെഡ് സ്ലൈസ് എടുത്ത് അതിലാവശ്യത്തിന് മയണൈസ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നേരത്തെ ഫില്ല് ചെയ്ത് വെച്ച ബ്രെഡ് സ്ലൈസിൻ്റെ മുകളിലേക്ക് വെച്ച് അത് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് എടുക്കാവുന്നതാണ്.
പ്രസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം അതിൻ്റെ കോർണേഴ്സ് എല്ലാം നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക, അത് ഓപ്പൺ ആകാതിരിക്കാൻ വേണ്ടി. പിന്നെ അതുപോലെ ഞാനിതിൽ ചെയ്യുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ സാൻഡ്വിച്ച് അത് ഓപ്പണായി ബ്രേക്ക് ആവാതിരിക്കാൻ വേണ്ടി ഞാനിതൊരു എഗ് വൈറ്റിൽ അതിൻ്റെ കോർണേഴ്സ് എല്ലാം ഡിപ്പ് ചെയ്ത് എടുക്കാൻ പോവാണ്. നമ്മുടെ സാൻഡ്വിച്ചിൻ്റെ എല്ലാ കോർണേഴ്സും എഗ് വൈറ്റിൽ നമുക്ക് നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പോൾ അത് ബ്രേക്ക് ചെയ്ത് പോവാതെ ഇരിക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. നമ്മളിപ്പോൾ കാണിച്ച പോലെ തന്നെ ബാക്കിയുള്ള 2 സാൻഡ്വിച്ചും നമുക്ക് ഫില്ലിംഗ് എല്ലാം പ്രോപ്പറായിട്ട് ചെയ്ത് എഗ് വൈറ്റിൽ ഡിപ്പ് ചെയ്ത് എടുക്കാവുന്നതാണ്. നമ്മുടെ 3 സാൻഡ്വിച്ചും അപ്പം ഫില്ലിംഗ് എല്ലാം ചെയ്ത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ലൈറ്റായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഡീപ്പ് ഫ്രൈ അല്ല ചെയ്യുന്നത്, നമ്മൾ കുറച്ച് ആവശ്യത്തിന് എണ്ണ മാത്രം ഒഴിച്ച് അതിൽ 2 സൈഡും ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നിടം വരെ ചെറുതായിട്ട് നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പോവാണ്. അപ്പം നമ്മുടെ സാൻഡ്വിച്ചിൻ്റെ ഒരു സൈഡ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനത് ബ്രേക്ക് ആവാതെ പയ്യെ നന്നായിട്ടൊന്ന് ടേൺ ചെയ്ത് കൊടുക്കുവാണ്. അപ്പം നമുക്കിപ്പോൾ കാണാവുന്ന പോലെ ആ സൈഡ് നല്ല ക്രിസ്പി ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. നമുക്കപ്പം ബാക്കി 2 ടേൺ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കൊരു 2 to 5 minutes ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അടുത്ത സൈഡും കൂടെ പ്രോപ്പറായിട്ടൊന്ന് വരുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ക്രിസ്പി ചിക്കൻ ആൻഡ് എഗ് ഫ്രൈഡ് സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ 2 സൈഡും ഇപ്പം നല്ല ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു സെർവിങ് ഡിഷിലോട്ട് മാറ്റാവുന്നതാണ്. ഇന്നത്തെ മീനൂസ് മെനുവിലെ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് ഈവനിങ് സ്നാക്കായിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. സോ നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കണം. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഈ ലോക്ക്ഡൗൺ സിറ്റുവേഷനിലും നമുക്ക് ചെയ്ത് നോക്കാൻ പറ്റിയ ഒരു ഈസി റെസിപ്പിയാണിത്. സോ തീർച്ചയായിട്ടും എല്ലാവരും ഈ ഫ്രൈഡ് സാൻഡ്വിച്ച് ട്രൈ ചെയ്ത് നോക്കണം. I hope you all love this video. Please do like, share and subscribe to my channel to see more delicious recipes from Meenu's Menu.